വിശുദ്ധ റംസാനിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനായി പള്ളിയിൽ വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. പുണ്യം നിറയുന്ന വിശുദ്ധ മാസത്തിന് വിശ്വാസികൾ വിട ചൊല്ലുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകളാണ് പള്ളികളിൽ നിസ്കാരത്തിനായി എത്തിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധ റമദാനിലെ അവസാനത്തെ ദിനവും അവസാനത്തെ വെള്ളിയാഴ്ചയും ഒരേ ദിവസമായിരുന്നു എന്ന പ്രത്യേകതയാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ പള്ളികളിൽ പതിവിലും തിരക്കേറി. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന വിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച പള്ളികളിൽ പ്രാർത്ഥനാ നിരതമായി. إنك يا مولانا سميع قريب مجيب الدعوات وقاضي الحاجات. വിശ്വാസികൾ നേരത്തെ പള്ളികളിലെത്തി ഇഅ്തികാഫിന്റെ നിയത്ത് ചൊല്ലി ഭജനമിരുന്നു. ഖുർആൻ പാരായണത്തിൽ മുഴുകി സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ഖതീബുമാർ ഖുതുബ പ്രസംഗത്തിൽ വിശുദ്ധ റമദാന് വിട ചൊല്ലി. 5 വെള്ളിയാഴ്ചകൾ ലഭിച്ചു എന്ന പ്രത്യേകത ഇത്തവണത്തെ റമദാനിൽ ഉണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക പണ്ഡിതൻ അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മാസം കണ്ടു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഇന്ന് പെരുന്നാൾ ആവേണ്ടതായിരുന്നു, പക്ഷെ മാസം കണ്ടില്ല. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നാളെ ആഘോഷിക്കുമ്പോഴും അതിലേറെ വലിയൊരു സന്തോഷമുള്ള സമയമാണ് ഈ സമയം. കാരണം വിശുദ്ധ റമദാൻ 30 ദിവസം പൂർത്തിയാവുന്നു. ജുമുഅ നിസ്കാരത്തിനു ശേഷം പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ഖബർ സന്ദർശനത്തിനും പ്രാർത്ഥനയ്ക്കും വിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ച വിനിയോഗിച്ച വിശ്വാസികളും ഏറെയാണ്. ഏറെ പുണ്യമുള്ളതെന്ന് വിശ്വസിക്കുന്ന ഈ ദിനത്തിൽ ദാനധർമ്മങ്ങളും അധികരിപ്പിച്ചിരുന്നു. നോൻപ് കാലത്തിനായി ഇനി 1 വർഷത്തെ കാത്തിരിപ്പാണ് ഓരോ വിശ്വാസിക്കുമുള്ളത്. വിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ച ഏറെ നൊമ്പരത്തോടെ വിശ്വാസി ആരാധനാ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു. വിശുദ്ധ റമദാനിലെ അവസാനത്തെ ദിനം തന്നെയായിരുന്നു അവസാനത്തെ വെള്ളിയാഴ്ച എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായിരുന്നു. മർക്കസ് ജുമാ മസ്ജിദിൽ നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.